മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു സാധാരണ പലരിലും കാണുന്ന ഒരു വൈകല്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേര് ഓക്യുപ്പേഷണൽ ഡിഫറൻറ്റ് ഡിസോർഡർ, അതായത് പ്രതിപക്ഷ വിരുദ്ധ ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് പ്രതിപക്ഷത്തെ ബഹുമാനമില്ലാതെ സംസാരിക്കുക. വീട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും കുട്ടികൾ അച്ഛനും അമ്മയോടും എതിർത്ത് പറയുക, അവർ പറഞ്ഞാൽ അനുസരിക്കില്ല, അവരുടെ അടുത്ത് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറയുക, നിഷേധാത്മകമായിട്ട് പെരുമാറുക, ബഹുമാനമില്ലാതിരിക്കുക. അതേപോലെ തന്നെ സ്കൂളിൽ ഇങ്ങനെ അതോറിറ്റികളോടെല്ലാം തന്നെ ഇവർ ചെറുപ്പത്തിൽ എതിർത്ത് സംസാരിക്കും. ഇതൊരു 6 വയസ്സ് തൊട്ടൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ പറയും ഇത്തരം സ്വഭാവങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും, അല്ലെങ്കിൽ അച്ഛനുണ്ടായിരുന്നു എന്ന് പറയുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അവർ നിസ്സാരവൽക്കരിക്കും. പക്ഷേ ഇത് നിസ്സാരത്തിൽ തള്ളിക്കളയേണ്ട കാര്യമാണോ? എപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ ഇത്തരം സ്വഭാവ വിശേഷങ്ങൾ, ഒരു 6 മാസം എന്നൊക്കെ പറയും, കുറച്ച് നാൾ ഇത് തുടരുകയാണെങ്കിൽ നമ്മളൊരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് അവർക്ക് പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്, അതനുസരിച്ച് അവർക്ക് മാറ്റാൻ കഴിയും. പിന്നെ ജീവിത സാഹചര്യങ്ങൾ, ജനിതക ഘടകങ്ങൾ, തലച്ചോറിനേറ്റ എന്തെങ്കിലും ആഘാതങ്ങൾ, അതുപോലെ തന്നെ വീട്ടിലെ മദ്യപാനം, വഴക്ക്, ചില പേരൻസ് ആണെങ്കിൽ കുട്ടികളെ പിടിച്ചിരുത്തി അവരെ മധ്യസ്ഥതയ്ക്കാക്കും. അങ്ങനെ വരുമ്പോൾ പിന്നെ മുത്തശ്ശനും അച്ഛനും ഇങ്ങനെയൊക്കെ ഉള്ളൊരു വഴക്ക് കൂടുന്ന സമയത്ത് നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട, ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ ഈ കുട്ടികൾ കേൾക്കുകയും അവരതനുസരിച്ച് പ്രതികരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരമുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും ഇത്തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ചികിത്സയ്ക്കും വിധേയമാക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്പക്കാരെ, യൂത്ത്സ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് പെട്ടെന്ന് തന്നെ അധികാരികളോടായാലും നിയമപാലകരോടായാലും എതിർത്ത് സംസാരിക്കുകയും പ്രത്യേക സാഹചര്യങ്ങളിൽ പല കൂട്ടുകെട്ടിൽ പെടുകയും ഇത്തരത്തിൽ സ്വഭാവമുള്ളവരെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു ഗ്രൂപ്പായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ പ്രശ്നമാണോ, എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഖേദിക്കേണ്ടി വരാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഉള്ള സ്വഭാവവിശേഷങ്ങൾ കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മനഃശാസ്ത്രജ്ഞനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള വേറൊരു ഡിസോർഡറുമായി അടുത്ത ആഴ്ച.